ടു അവർ ചാനൽ. നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ചെറുപയറാണ്. ഏതാണ്ട് 1.25 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു കുഞ്ഞി കൈ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ അമ്മുട്ടിയുടെ കൈയാണേ. അവളും കൂടി ഹെൽപ്പ് ചെയ്യാണ് എന്നെ, എന്തിനാണോ. എന്നിട്ട് അത് നമ്മൾ ഏതാണ്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം. ഇതെല്ലാം ഞാൻ ആ സെയിം ജാറിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹിങ്ങാണ് കേട്ടോ. നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എരിവിനും ഉപ്പൊക്കെ എത്ര ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്, വേറെ ഒന്നും നമുക്കിനി ചേർത്ത് കൊടുക്കാനില്ല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഞാനിവിടെ മുഴുവനും പേസ്റ്റ് ചെയ്തിട്ടല്ല അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് പീസസൊക്കെ അവിടെയും കൂടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ ഫുൾ നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ആ സെയിം ജാറിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ എണ്ണയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊക്കോട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗമാണെങ്കിൽ സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് വല്ലാതെ അങ്ങോട്ട് അരച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പം നമ്മൾ നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗമാണെങ്കിലും ഉൾഭാഗമാണെങ്കിലും ഒരുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. വല്ലാതെ എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. സോ ആർക്കായാലും ഇപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. അതൊക്കെ വീട്ടിലെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാവുമല്ലോ. ചെറുപയറൊക്കെ ആരുടെ വീട്ടിലപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ ആ ഒരു സോക്ക് ചെയ്യുന്ന ആ ഒരു ടൈം മാത്രമേ പോകുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് ടപ്പേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. സോ കുട്ടീസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടാറ്റാ.